ചില വിടുതലുകൾ ലേറ്റായി പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ലേറ്റായി പോകുന്നുണ്ട്. ചില മറുപടികൾ നഷ്ടമായി പോയല്ലോ. കുറെ നാളുകൾ, എത്ര നാൾ ഞാൻ കാത്തിരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മറുപടി കിട്ടിയില്ലല്ലോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. കർത്താവ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ദൈവം എനിക്ക് തന്ന ആലോചന, നിങ്ങൾ ഏതൊക്കെ കാലം, എത്ര കാലം, ഏതൊക്കെ നിലവാരത്തിൽ, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ വേദന അനുഭവിച്ചോ, ദൈവം അതിനനുസരിച്ച് നിങ്ങൾക്ക് മറുപടി തരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആമേൻ. 90-ാമത്തെ സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ കേൾക്കുക: നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഒരു പ്രാർത്ഥനയാണ്, മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾ ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾ, അതിന് തക്കവണ്ണം സന്തോഷിപ്പിക്കണമേ. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ദിവസങ്ങളോ നിങ്ങളുടെ മാസങ്ങളോ നിങ്ങളുടെ വർഷങ്ങളോ നഷ്ടമായി പോയി, അത് വേദന കഴിഞ്ഞുപോയി, അത് അനർത്ഥങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഇത്രയും കാലം കഷ്ടവും കണ്ണുനീരും കയ്പും ഒക്കെ ആയിട്ട് ഞാൻ ജീവിക്കുകയായിരുന്നു. എത്ര കാലം എന്ന് ചോദിക്കേണ്ട, അതിനനുസരിച്ച് ദൈവം നിങ്ങൾക്ക് സന്തോഷവും നന്മയും തരും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം വാക്യം നിങ്ങൾക്കുള്ള പ്രോമിസാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വീട്ടിലും തുള്ളനും പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ആമേൻ. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അതേ പ്രിയമുള്ളവരെ, വെട്ടുക്കിളിയും വീട്ടിലും പച്ചപ്പുഴും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ നന്മകൾ തിന്നുകളഞ്ഞു. പല നന്മകളും, അത് നമ്മുടെ ആരോഗ്യമായിട്ടാണെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസമായിട്ടാണെങ്കിലും നമ്മുടെ സാമ്പത്തിക മേഖലയായിട്ടാണെങ്കിലും തലമുറയുടെ അനുഗ്രഹങ്ങളായിട്ടാണെങ്കിലും ഒക്കെ തിന്നുകളഞ്ഞ വർഷങ്ങൾ ദൈവം മടക്കി തരും. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. നമ്മൾ ശരിക്കും കരഞ്ഞു പ്രാർത്ഥിച്ച് ദൈവസന്നിധിയെ അന്വേഷിച്ച് ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നവരല്ലേ. ദൈവം കൈവിടുവോ? ഇല്ല, ഇല്ല. എന്തിനാ പിന്നെ ഇങ്ങനെയൊക്കെ ദൈവം എന്നെ വിടുന്നത് എത്ര വർഷങ്ങളായെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിനകത്തൊരു മറുപടി ഉണ്ട്. ഞാൻ അതിന് തക്കവണ്ണം മറുപടി തരും. അബ്രഹാം 75 വർഷമാണ് താൻ നിരാശയിൽ ജീവിച്ച വർഷം. നിരാശയിൽ ജീവിച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷമില്ല, വിഗ്രഹങ്ങളെ ആരാധിച്ച് തലമുറയൊന്നും ഇല്ലാതൊക്കെ ജീവിച്ച ജീവിതം. 75-ാമത്തെ വയസ്സിൽ ദൈവശബ്ദം കേട്ടിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിച്ച് 25 വർഷം ദൈവത്തോടു കൂടെ ജീവിക്കുകയാണ്. കാത്തിരുന്ന് കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട്, ഇടപെടലെല്ലാം ഉണ്ടെങ്കിലും തലമുറയില്ല. എന്നാലും ദൈവ സാന്നിധ്യം കൂടെ ഉണ്ട്. വിശ്വാസ ജീവിതം 25 വർഷം. ഇനി അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ ഒരു തലമുറയെ നൽകി. പിന്നീട് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം, അബ്രഹാമിന് ദൈവം 175 വയസ്സാണ് അവന്റെ ആയുഷ്കാലം. അടുത്ത ഒരു 75 വർഷം കൂടെ ദൈവം അവന് നന്മയായി നൽകി. അവന്റെ തലമുറയോടുകൂടി ഇസഹാക്കിനോടുകൂടി, ആ ഇസഹാക്കിന് ജനിച്ച 2 മക്കളെ വളർത്തിയെടുക്കുന്ന രീതിയിൽ യാക്കോബിനെയും ഏശാവിനെയും വളർത്തുന്ന ഒരു അനുഗ്രഹം കൂടി ദൈവം അബ്രഹാമിന് നൽകി. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തിന്റെ കൂടെ നടന്നോ, നഷ്ടമായ വർഷങ്ങളെ ദൈവം തിരിച്ചു തരും. ഈ സന്ദേശം കേൾക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുക, നിങ്ങൾക്ക് നഷ്ടമായെന്ന് പറയുന്ന വർഷത്തെ തരും. വെറുതെ കാട്ടിലെ കടന്നു പോകാൻ വേണ്ടിയുള്ള വർഷമൊന്നും അല്ല, കുറെ യാതന അനുഭവിക്കാനില്ല. നല്ല ആരോഗ്യത്തോടുകൂടി തലമുറയെ ജനിപ്പിച്ച് വളർത്തി അവരുടെ സന്തോഷം കാണുന്ന വലിയൊരു നന്മയുടെ വർഷം അബ്രഹാമിന് കൊടുത്തതുപോലെ ആരോഗ്യവും അനുഗ്രഹവും എല്ലാം ചേർത്ത ഒരു വർഷം. ഹല്ലേലൂയ. ഇതൊരു ഭൗതിക പ്രോമിസ് ആയിട്ടാണ് നമ്മളത് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യട്ടെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നിരാശപ്പെടുവൊന്നും വേണ്ട. ദൈവം ആ പ്രോമിസ് തരുമ്പോൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞാൽ മതി. അപ്പോസ്തലനായ പൗലോസ് നോക്കിക്കോ, താൻ മരിക്കുന്നത് വരെയും ദൈവത്തിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നവരോ ശുശ്രൂഷ ചെയ്യുന്നവരോ ആണ്. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ഈ കർത്താവിനെ എനിക്ക് അറിയാൻ പറ്റിയില്ല, ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അടുത്തൊരു സമയം തരും. 20 വർഷവും 10 വർഷവും 15 വർഷവും 30 വർഷവും ഒന്നും ചെയ്യാൻ പറ്റാതെ പോയതിന്റെ കേടെല്ലാം തീർക്കുന്ന രീതിയിൽ അടുത്ത ഒരു 4 വർഷം മതി, അല്ലെങ്കിൽ 3 വർഷം മതി. യേശു 3.5 വർഷമാണ് ശുശ്രൂഷ ചെയ്തത്, 30 വർഷം വേറെ ജീവിച്ചത് കൂടാതെ മതി. കർത്താവിന് ഏറ്റവും ശ്രേഷ്ഠമായ വിലപിടിപ്പുള്ള വർഷമാക്കി നിങ്ങൾക്ക് അത് ദൈവം മടക്കി തരാൻ പറ്റും. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നും നഷ്ടമാകുന്നില്ല. ആമേൻ. രാത്രിയുടെ എന്താ പറയുന്നത്, കാലഘട്ടം കൂടിയേക്കാം, അതിന്റെ സ്പാൻ, അതിന്റെ പീരിയഡ് കുറച്ചുകൂടെ കൂടുതൽ മണിക്കൂറുകൾ എന്ന് തോന്നിയേക്കാം, പകൽ കുറവുള്ളതുപോലെ തോന്നിയേക്കാം.
പക്ഷെ നിങ്ങൾക്കുള്ള പ്രഭാതം ഏറ്റവും തേജസ്സോടെ വരും. ഏറ്റവും ശക്തിയോടെ സൂര്യൻ ഉദിക്കുന്നത് പോലെ നിങ്ങൾ ഷൈൻ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ പ്രശോഭിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ഇരുട്ടിനെ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ പൈശാചിക ശക്തികൾ ഒതുക്കി വെച്ചതാകട്ടെ, ഇരുട്ടിന്റെ കീഴിൽ കടന്നുപോയതാകട്ടെ, ആ മേഖലയ്ക്കകത്തിന് അപ്പുറത്തേക്ക് ദൈവത്തിന്റെ ഒരു പ്രകാശമായി നിങ്ങൾ ശോഭിക്കുവാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. ഹല്ലേലൂയ. യോഹന്നാനെ കുറിച്ച്, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യേശു പറയുന്നുണ്ട്, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ നടക്കാൻ ആളുകൾ ആഗ്രഹിച്ചു. അല്പകാലത്തേക്കാണെങ്കിലും അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. മതി. കർത്താവ് നൽകുന്ന ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും വിലയേറിയ ശ്രേഷ്ഠമായ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന സംവത്സരങ്ങൾ ദൈവം നൽകും. ഹല്ലേലൂയ. മോശയ്ക്ക് ദൈവം 40 വർഷം കൂടെ വീണ്ടും കൂട്ടിക്കൊടുക്കുകയായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അതുപോലെ കാലേബ് ആരോഗ്യം, അവന്റെ 85-ാമത്തെ വയസ്സിൽ ഒരു 45-ാമത്തെ വയസ്സിലുള്ള ആരോഗ്യം വീണ്ടും ദൈവം കൈമാറുകയായിരുന്നു. യോബ് താൻ കടന്നുപോയ കഷ്ടതയുടെ കാര്യങ്ങൾക്കനുസരിച്ച് ദൈവം ഒരു പ്രതിഫലം കൊടുത്ത് മുമ്പത്തെക്കാളും കൂടുതൽ ആരോഗ്യം, വീണ്ടും 10 മക്കളെ ജനിപ്പിക്കാനുള്ള ആരോഗ്യം, വീണ്ടും സമ്പത്തും നന്മ അനുഭവിക്കാനുള്ള നന്മ വർഷങ്ങൾ എല്ലാം ദൈവം മടക്കിക്കൊടുത്തു. ഹല്ലേലൂയ. നവോമിക്ക് നഷ്ടമായതിനെ ദൈവം മടക്കിക്കൊടുത്തു. ഇനി യാക്കോബിന് നഷ്ടമായ ചൈതന്യം യോസേഫിലൂടെ ദൈവം മടക്കി കൊടുക്കുകയാണ്. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. ആമേൻ. മുടിയൻ പുത്രന്റെ മകൻ മടങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ മുടിയപുത്രൻ മടങ്ങി വരുമ്പോൾ ആ പിതാവിന് കാലങ്ങളായ കണ്ണുനീരിന്റെ പ്രതിഫലം ദൈവം കൊടുക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം കറക്കാരനല്ല, ദൈവം മടക്കിത്തരും നഷ്ടമായെന്ന് പറഞ്ഞതിനെ. പക്ഷെ കാത്തിരുന്നോണം, വിട്ടുമാറരുത്, കർത്താവിലേക്ക് തന്നെ വന്നോണം, പിറുവിറുക്കരുത്, പിന്മാറരുത്, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോവുക. നഷ്ടമായതിനെ ദൈവം മടക്കിത്തരും. ആമേൻ. ഈ മാസത്തിൽ ദൈവം ചെയ്യട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. പ്രിയ കർത്താവേ, നഷ്ടമായ ആരോഗ്യം, ആയുസ്, നന്മകൾ വർഷം വരെ ഞങ്ങൾക്ക് മടക്കിത്തരാൻ അവിടത്തേക്ക് കഴിയുമല്ലോ. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ വചനം കേൾക്കുന്നവരിൽ എവിടെയൊക്കെ എന്തൊക്കെ നഷ്ടം വന്നോ, യേശുക്രിസ്തു മുഖാന്തരം അതിനകത്തൊക്കെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വന്ന് ദൈവമേ അത് നന്മയായും തേജസ്സായും കർത്താവ് മൂല്യമുള്ളതായും മടങ്ങി വരട്ടെ. നിന്റെ മക്കളുടെ ജീവിതത്തിൽ ആനന്ദിക്കുന്ന ദിവസങ്ങൾ മുൻപിൽ ദൈവം നൽകും. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ്. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇന്നത്തെ നഷ്ടങ്ങളെയും വേദനകളെയും നിരാശകളെയും കർത്താവ് ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഒടുക്കം വരെ എന്ന് ചിന്തിക്കുകയല്ല, അതിനപ്പുറത്തേക്ക് ദൈവം കരുതി വെച്ച സൗഭാഗ്യം അനുഭവിപ്പാൻ ഇസ്രായേൽ മക്കൾക്ക് കർത്താവെ കൃപ നൽകിയതുപോലെ ഈ മക്കൾക്ക് നൽകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നന്മകളിലേക്ക് ദൈവം മടക്കി വരുത്തട്ടെ. God bless you. Have a blessed day.